നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ്. എല്ലാവരും രാത്രി 8 മണിക്ക് വേൾഡ് മെഡിറ്റേഷൻ ഡേയിൽ പങ്കെടുക്കണം. മെഡിറ്റേഷനിൽ പങ്കെടുക്കണം. ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഹാർമണിക്കും സമാധാനത്തിനും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മാത്രമേ ലോകത്തിനും പ്രപഞ്ചത്തിനും ഹാർമണി ഉണ്ടാവുള്ളൂ. ആ ഏക ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് കുറേ ആൾക്കാർ ഒരുമിച്ച് ധ്യാനത്തിലിരിക്കുമ്പോൾ അറിയാതെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും നീങ്ങും. കാരണം ആ ഡയറക്ഷൻ അവർക്ക് ലഭിക്കുന്നു. നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ദിവ്യമായിട്ടുള്ള സ്നേഹമാവണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരിക്കലും വഴി തെറ്റില്ല. നമ്മൾ ലക്ഷ്യമാക്കുന്നത് സ്നേഹത്തിൻ്റെ ആ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുക എന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും സ്നേഹം തന്നെ ആവണ്ടേ. അതാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. ലക്ഷ്യം പരിശുദ്ധമാണ് എങ്കിൽ ആ പരിശുദ്ധമായ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മാർഗവും പരിശുദ്ധമാവണം. മീൻസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ എൻഡ്. മഹാത്മാഗാന്ധിജിയുടെ ബയോഗ്രഫി എഴുതിയിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള നോബൽ പ്രൈസ് വിജേതാവ് റൊമൈൻ റൊളാൻഡ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രക്രിയയുടെ പ്രാധാന്യം, പ്രോസസ്സ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് ലക്ഷ്യമാണോ നമ്മളുടെ മനസ്സിൽ കാണുന്നത്, അതിനനുസൃതമായിട്ടൊരു പ്രോസസ്സ്. ആ പ്രോസസ്സാണ് നമ്മൾ ശരിക്കും ഈ തരത്തിൽ പ്യൂരിഫൈ ചെയ്യുന്നത്. ആ പ്രോസസ്സിൽ എവിടെയെങ്കിലും ഇമ്പ്യൂരിറ്റി കടന്നു വരുമ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ ഏത് കാര്യമായാലും ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ മിൽമയുടെ ഒരു ഫാക്ടറിയിൽ പോകാൻ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് പാല് പാക്ക് ചെയ്യുന്നത്. കാരണം എത്രയോ ആൾക്കാർ കഴിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ പാല് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരുന്നു. പ്രോസസ്സിനാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പാല് പാക്ക് ചെയ്യുന്നവർ അവരെ വൃത്തി ഉണ്ടാവണം.
അത് പാലായാലും വേണ്ടി ഭക്ഷണ പദാർത്ഥമായാലും വേണ്ടില്ല. ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാചകം ചെയ്ത ഭക്ഷണം കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കയ്യിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അത് പകരുന്നു. അല്ലെങ്കിൽ പ്ലേറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഗ്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അപ്പോൾ എൻ്റയർ പ്രോസസ്സിൽ പ്യൂറാണെങ്കിൽ മാത്രമേ ആ കിട്ടുന്ന ആൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടൂ. ഇത് തന്നെയാണ് നമ്മുടെ യാത്രയിലും വേണ്ടത്. എൻ്റെ പ്രോസസ്സിൽ ഓരോ നിമിഷത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ ശരിയായിട്ട് ദിശയിലാണോ പോകുന്നത്, കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദാജി പറയും, കറക്റ്റ് തിങ്കിങ്, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ്. 3 കാര്യങ്ങളാണ്. ശരിയായിട്ടുള്ള ചിന്താഗതി, ശരിയായിട്ടുള്ള തിരിച്ചറിവും, സത്യസന്ധമായിട്ടുള്ള ജീവിതത്തിനോടുള്ള സമീപനവും. വളരെ വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലൂടെയാണ് നമ്മൾ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകും. കാരണം ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും എത്താൻ പോകില്ല. ദിവ്യമായിട്ടുള്ള സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ദൂരെ എവിടെയോ അല്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുത്തു കളയുന്ന ഇമ്പ്യൂരിറ്റീസ് ക്രമേണ ക്രമേണ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു, നമ്മളുടെ ഉള്ളിൽ സിംപ്ലിസിറ്റി കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ തന്നെ ലക്ഷ്യമായി മാറുന്നു. ഈ ഒരു തത്വം നമുക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ദിവ്യമായിട്ടുള്ള സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ എവിടെയോ എത്താനുള്ള, മരിച്ചു കഴിഞ്ഞിട്ട് എത്തേണ്ടതാണെന്നൊരു തോന്നലുണ്ട്. മരിച്ചിട്ട് എവിടെ എത്താൻ പോകണം നമുക്കറിയോ? ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും. ആ പ്രോസസ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് സ്പിരിച്വൽ സാധന, നമ്മൾ ചെയ്യുന്ന സാധന, മെഡിറ്റേഷൻ ആയാലും ശുദ്ധീകരണമായാലും പ്രയർ ആയാലും എത്രത്തോളം ലക്ഷ്യബോധത്തോടു കൂടി, എത്രത്തോളം പരിശുദ്ധിയോടു കൂടിയാണ് ചെയ്യുന്നത്, അത്രത്തോളം നമ്മൾ ലക്ഷ്യത്തിനോട് അടുത്തടുത്തിരിക്കുന്നു. അത് ജീവിതത്തിൽ ഉടനീളം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുന്നു. അതിനാണ് നിരന്തര സ്മരണ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണമെന്ന് നമ്മൾ പ്രോസസ്സിൽ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഈ പ്രോസസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇതേക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കുട്ടി സ്കൂള് റീഓപ്പൺ ചെയ്യുമ്പോൾ പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ വാങ്ങുന്നു. എന്തൊരു ഇൻട്രസ്റ്റാണ്. എല്ലാം പൊതിഞ്ഞ് വൃത്തിയാക്കുന്നു, ലേബിൾ ഒട്ടിക്കുന്നു, പുതിയ പെന്ന്, പുതിയ ഷർട്ട്, എല്ലാം പുതുതുകളെ. ഇപ്പോൾ പഴയതൊന്നും ആർക്കും ഇഷ്ടമല്ല. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്കും പുസ്തകത്തിൻ്റെ സ്ഥിതി കണ്ടാൽ അതിൻ്റെ ഏട് വളഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കീറിപ്പോയിട്ടുണ്ടാവും, പെന്നിൻ്റെ നിബ്ബ് പൊട്ടിയിട്ടുണ്ടാവും, ബാഗ് കീറിയിട്ടുണ്ടാവും, യൂണിഫോം ചളി കീറിപ്പോയിട്ടുണ്ടാവും. ആദ്യം കറക്റ്റ് അസംബ്ലിയിലെത്തിയ കുട്ടി പിന്നെ അത്ര റെഗുലർ ആവാതെ ആവുന്നു, പഴയ സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും നമ്മൾ മാർക്ക് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടി വരുന്ന മനോഭാവം, അവൻ്റെ സിൻസിയറിറ്റി, അവൻ്റെ വൃത്തി, പ്രത്യേകിച്ച് പുസ്തകം കൈകാര്യം ചെയ്യുന്ന രീതി. എൻ്റെ അച്ഛൻ പുസ്തകത്തെക്കുറിച്ചിട്ട് വളരെ വളരെ ശ്രദ്ധിച്ചിരുന്നു. പുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഏട് ഇങ്ങനെ മടക്കി വയ്ക്കരുത് പറയും. അതുവഴി നക്കിയിട്ട് ഏട് മറയ്ക്കുക, പുസ്തകത്തിലുടനീളം അണ്ടർലൈൻ ചെയ്യുക, എലീനെ തൂക്കണമാതിരി ഇങ്ങനെ പുസ്തകം തൂക്കിക്കൊണ്ട് നടക്കുക. നമ്മൾ പുസ്തകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാത്ത ഭാര്യയാവണം എന്നാണ് അച്ഛൻ പറഞ്ഞത്. എൻ്റെ ഏട്ടൻ ഉപയോഗിച്ച പുസ്തകം തന്നെ ഞാനും ഉപയോഗിച്ചിട്ടുള്ളൂ. എൻ്റെ ഏട്ടൻ പുസ്തകം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം ഒരു കേടുണ്ടാവില്ല, അതിൻ്റെ അറ്റം ബെൻഡായിട്ടുണ്ടാവില്ല, പുതിയ പോലെ ഇരിക്കും. അത് ഒരു വ്യക്തിയുടെ ആ ആത്മാർത്ഥതയാണ് അവിടെ കാണിക്കുന്നത്, സിൻസിയറിറ്റിയാണ് കാണിക്കുന്നത്. ഓൾറെഡി അങ്ങനെ ഒരാൾ ലക്ഷ്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വലാണ്, ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചപ്പും ചവറും വലിച്ചെറിയുന്നുണ്ടോ, യൂണിഫോം വൃത്തികേടാക്കി വെക്കുന്നുണ്ടോ, കൂടെയുള്ള കുട്ടികളോട് പെരുമാറുന്നത് എങ്ങനെ, എത്ര പെൻസിലുകൾ പൊട്ടിച്ചു, എത്ര പെന്നുകൾ പൊട്ടിച്ചു. എൻ്റെ അച്ഛൻ ട്യൂഷൻ എടുത്തിരുന്ന ഒരു വീടുണ്ട്. പണ്ട് കുട്ടീനെ പഠിപ്പിക്കാൻ പോയിരുന്നു. വലിയ പൈസക്കാരാണ്. പക്ഷേ ഈ കുട്ടി ഒരു പുതിയ പെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും പഴയ പെൻസിൽ എവിടെ വയ്ക്കും. എത്ര പെൻസിൽ കൂടി വാങ്ങാൻ പൈസയുള്ള ഒരാളാണ്, പക്ഷേ അത് എടുത്തുകൊണ്ട് വരാൻ പറയും. കാരണം ആ കെയർലെസ്നെസ് പാടില്ല, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് വേണ്ടി കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും വളർച്ചയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം മാനുഫാക്ചർ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിക്കാനും എത്ര ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും അവരുടെ ഒരു ബഹുമാനവുമാണ് നമ്മുടെ ഈ സ്വഭാവം മുഴുവൻ കാണിക്കുന്നത്. സ്കൂളിൽ സമയത്തിനെത്തുക, ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ട. നമ്മൾ കിട്ടുന്ന മാർക്ക്, അവസാനം കിട്ടുന്ന മാർക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരാൾ നല്ല കുട്ടിയാവുന്നില്ല. ഇതെല്ലാം ശ്രദ്ധിക്കാതെ, എൻ്റെ ബാച്ചിലൊരു കുട്ടി ഉണ്ടായിരുന്നു. പുസ്തകം ഇങ്ങനെ കിടക്കണ്ടാവും, വഴിയിലൊക്കെ കിടക്കണ്ടാവും, ചുറ്റും കിടക്കണ്ടാവും, എല്ലായിടത്തും ബ്ലോട്ട് ചെയ്ത ഇതും എന്താ പറയുക പേപ്പേഴ്സും പേപ്പറൊക്കെ ഇങ്ങനെ വളഞ്ഞു പോയി. പക്ഷേ അവൻ എല്ലാത്തിലും ഫസ്റ്റാണ്, 100% മാർക്കാണ്.
ഇൻ്റലക്ച്വലാണ്, പക്ഷേ സ്പിരിച്വലാണ്. അങ്ങനെ ഒരാൾ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ഈ ശീലങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെയാണ് നമുക്കിവിടെ ദിവ്യമായിട്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഒരു കുട്ടിയുടെ പെരുമാറ്റവും ക്യാരക്ടറും അളന്നുകൊണ്ട് വേണം മാർക്ക് സിസ്റ്റം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അത് ഇനി കോളേജിലെത്തുമ്പോൾ മോശമായി പെരുമാറി, കുട്ടികളോട് മോശമായി പെരുമാറി, ഹോസ്റ്റൽ മേറ്റ്സായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ബഹളം വയ്ക്കുന്നു, സ്ട്രെസ്സ് വരുന്നു, ഇതെല്ലാം കാരണം എന്താണ്? ചെറുപ്പത്തിൽ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത സെഷൻസ് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവരും വേൾഡ് മെഡിറ്റേഷൻ ഡേയിൽ ഇന്ന് രാത്രി 8 മണിക്ക് മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.